വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കണ്ണൂർ ഭാഗത്തിൽ ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബീഫ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് നല്ല എരിവോട് കൂടിയിട്ടാണ് ബീഫ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ചധികം പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂബ് വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഒരു 2 തക്കാളിയും 4 സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിന് മുമ്പായിട്ട് അത് നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പാൻ ചൂടായതിന് അതിലേക്ക് ഓയിലും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ 6 kg നെയ്യും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണ എന്നിട്ട് അതിൽ ഇനി അണ്ടി മുന്തിരി ഇവയ്ക്ക് ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. അതിലേക്ക് ഒരു അര സവാള ഇതുപോലെ ഒന്ന് നേരിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കട്ടാം. ഇനി നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു പട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഗ്രാമ്പു എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കറിവേപ്പില എൻ്റെ അടുത്ത് പുറത്ത് രാത്രി ഉണ്ടാക്കുന്നുണ്ട്, തന്നെ പുറത്ത് പോകാൻ മടിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പിന് 1.5 കപ്പ് രീതിയിലാണ് ഞാൻ അരിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അരി വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരി അതിലേക്ക്, ഞാൻ ഇപ്പോൾ കൈമൻ്റെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകശാല ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന അരി ഏതായാലും പ്രശ്നമൊന്നുമില്ല നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അളവെല്ലാം വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു കുക്കർ വെച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കുക്കർ വെച്ച് ചൂടാക്കിയതിന് ശേഷം സവാളൻ്റെ പകുതി സവാള എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. പകുതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പകുതി ഇവിടെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി വെച്ചെടുത്തിട്ട് അതിലേക്ക് ഉലുവ, പിന്നെ പെരുംജീരകം, പിന്നെ ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളിയും നേരത്തെ കട്ട് ചെയ്ത് 2 തക്കാളി, പിന്നെ പകുതി സവാള നേരത്തെ വറുത്ത് വെച്ചത് അവിടെ വെക്കുക. അത് ആവശ്യമുണ്ട് കേട്ടോ, അവസാനം കാണാം. ഇനി ഇതിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് സവാള എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 3 വിസിലിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഇതുപോലെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല രീതിയിലൊന്ന് കോട്ടാക്കിയിട്ട് ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല, പിന്നെ ഞാനിവിടെ ബീഫ് മസാല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിനുശേഷം കസൂരി മേത്തി ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മസാലയൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല രീതിയിൽ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അതിനുശേഷം നമ്മുടെ ബീഫ് കഴുകിയെടുത്ത ബീഫ് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതും നല്ല രീതിയിൽ മസാലയിൽ ആ ഒരു ബീഫിനെ ഒന്ന് കോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ വിനാഗിരി എന്നിട്ടാ. വിനാഗിരി വേഗം തന്നെ ബീഫിലേക്ക് ഒഴിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് ബീഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു ഓരോ കുക്കറിൻ്റെ രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ബീഫ് വേവുന്ന ആ ഒരിത്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ.
ഇനി അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗരം മസാല ഇതുപോലെ പൗഡർ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ട. അതിനുശേഷം മല്ലി പുതിന ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ആ ഒരു സവാളയില്ല അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഞാനൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കിസ്മിസും നമ്മുടെ അണ്ടി മുന്തിരിയില്ലേ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നിർബന്ധം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 6 kg ഗീയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു സ്പൂണ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ആ ഒരു മസാല ദമ്മിടിക്കുന്ന ആ ഒരു ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 3/4 മണിക്കൂറെങ്കിൽ ഇതുപോലെ ദമ്മിട്ടിട്ട് എടുക്കട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. ഇപ്പം രാത്രി കുറേ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കോരിയെടുക്കുന്നത്. ഇപ്പം മോനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഒന്ന് കോരിയെടുത്തതാണ്. നല്ല ടേസ്റ്റ് അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.